ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നോ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ഫെദർ കളറിങ് ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ലൈൻ ബെൻഡ് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ക്രയോൺസ് ഉണ്ടെങ്കിൽ പല ക്രയോൺസ് വെച്ചിട്ട് നമുക്കിതുപോലെ പല കളറിലുള്ള സർക്കിൾസ് വരച്ചു കൊടുക്കാം. കയ്യിലുള്ളത് ഏത് കളേഴ്സാണോ ഉള്ളത് അത് വെച്ചിട്ട് വരയ്ക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ക്രയോൺസ് വെച്ചിട്ട് പല കളറിലുള്ള സർക്കിൾസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഈസി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോയിങ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്രയോൺസ് വെച്ചിട്ട് ഞാൻ പല കളറിലുള്ള സർക്കിൾസ് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് പറ്റിയൊരു ഡ്രോയിങ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡ്രോയിങ്സ് വരച്ച് നിങ്ങൾ വലിയ വലിയ ഡ്രോയിങ്സ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഡ്രോയിങ്സ് ഒക്കെ വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസ്, മാത്സ്, കമ്പ്യൂട്ടർ, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എല്ലാം എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പല കളറിലുള്ള ക്രയോൺസ് വെച്ചിട്ട് ഞാൻ സർക്കിൾസ് വരച്ചിട്ടുണ്ട്. ഇനി ഒരു കോട്ടൺ ബഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മളിത് ഈ വരച്ചിരിക്കുന്ന ക്രയോൺസ് സർക്കിൾസ് ഇല്ലേ, നമ്മൾ മേളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ചെയ്തേക്കുന്ന പോലെ അപ്പിലോട്ട് ആക്കി കൊടുക്കുക. വളരെ സിമ്പിളും ആൻഡ് അട്രാക്റ്റീവായിട്ടുള്ളൊരു ഡ്രോയിങ് ആണ്. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഒരു ക്രയോൺസും ഒരു പേപ്പറും ഒരു കോട്ടൺ ബഡ്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഇത് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് സ്റ്റാർസ് ഒക്കെ വരച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫെദേഴ്സ് നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ് പല കളറിലുള്ള. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ അടുത്തതായിട്ട് വരയ്ക്കാൻ പോകുന്നത് ഒരു ട്രീ ആണ്. അതും ഇതുപോലെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രോയിങ് ആണ്. ഒരു കളർഫുൾ ട്രീ ആണ് ഞാൻ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഞാൻ എൻ്റെ സ്റ്റെമ്പ് വരച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത്? നമുക്ക് ലീവ്സും വരയ്ക്കണം, അതുപോലെ തന്നെ ബ്രാഞ്ചസ് വരയ്ക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ബ്രാഞ്ച് വരച്ചു കൊടുക്കാം. ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്ന പോലെ ബ്രാഞ്ചസ് വരച്ചു കൊടുക്കുക. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീ ഒന്നും വരയ്ക്കാത്ത സിമ്പിളായിട്ടുള്ള ട്രീ ആണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചാണ് കേട്ടോ ഞാനിത് വരയ്ക്കുന്നത്. ഇതുപോലെ നമ്മൾ ബ്രാഞ്ചസ് വരച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ലീഫ് വരയ്ക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കോട്ടൺ ബഡ്സ് യൂസ് ചെയ്യുക. ഒന്നോ അതിൽ കൂടുതൽ കോട്ടൺ ബഡ്സ് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ 2 കോട്ടൺ ബഡ്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വാട്ടർ കളറിൽ നമ്മൾ അതിനെ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ലീവ്സ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. ഞാനിപ്പോൾ റെഡ് കളർ വെച്ചിട്ടാണ് ഇതിൻ്റെ ലീഫെല്ലാം വരച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ 2 കോട്ടൺ ബഡ്സ് എടുക്കുക. എന്നിട്ട് നമ്മുടെ കളറിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ ലീഫ് വരച്ച് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഡ്രോയിങ് ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മുടെ ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.